Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Salatu wassalamu ala Rasulil Amin wa ala alihi washabihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. ഇതിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വിഷയത്തിൻ്റെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എത്തിക്കൽ മെഡിക്കൽ ഫോറം എന്ന മെഡിക്കൽ രംഗത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ നൈതികത ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയുടെ പ്രതിനിധിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യരംഗത്തെ വീക്ഷണകോണിലൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംവദിക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശുപത്രികളിൽ ഡോക്ടർമാരായി ജോലി ചെയ്യുന്ന സമയത്ത് ലിബറൽ മൂല്യങ്ങളെന്ന് ഞാൻ ഒരിക്കലും വിശേഷിപ്പിക്കില്ല, ലിബറൽ ആശയങ്ങളുടെ അത്തരം ആശയങ്ങളിൽ ഉയർത്തപ്പെട്ട നിയമത്തിന്റെ ഇരകളായി വരുന്ന ആളുകളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചിലരെ പരിചയപ്പെടുത്താം. ലൈംഗിക പീഡനത്തിന് ഇരയായി വരുന്ന ആളുകൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് ലൂപ്പ് ഹോളുകൾ ഉള്ളതാണെങ്കിൽ കൂടി കുറെ കൂടി ശക്തമായ നിയമമുണ്ട്. പോക്സോ ആക്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലൈംഗിക പീഡനത്തിന് ഇരയായി വരുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ കുറേയൊക്കെ ഞങ്ങൾക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവരെ പരിശോധിക്കുന്നു. അവരുടെ മേൽ ശാരീരികമായ അക്രമങ്ങൾ, ലൈംഗികമായ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നു. ഒരു കോടതിയിൽ ഹാജരാക്കാൻ പാകത്തിൽ അത് കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തി കൊടുത്തുവിടുന്നു. അത് കൃത്യമായി നീതി നടത്തപ്പെടുന്ന ഒരു കോടതിയാണെങ്കിൽ ആ കോടതിയിൽ അത് തെളിവുകളായി സ്വീകരിക്കപ്പെടുകയും തെറ്റ് ചെയ്ത ആൾ, ആ കുട്ടിയുടെ മേൽ അതിക്രമം പ്രവർത്തിച്ച ആൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു. അതേസമയം 18ാം പിറന്നാൾ ആഘോഷിച്ച ഒരു പെൺകുട്ടി അതിന്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെയോ ആ പെൺകുട്ടി ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് കൺസെന്റോട് കൂടിയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. അതായത് കൺസെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിവിടെ പല സംസാരത്തിലും അത് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഈ കൺസെന്റ് എന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം, അത് നമ്മുടെ നാട്ടിൽ ഒരു തെറ്റല്ലാതായി 2018 ഏറെ ആഘോഷിക്കപ്പെട്ട ഒരു വിധിയായിരുന്നു. അത് ലിബറലുകൾ ആഘോഷിച്ച ഒരു വിധിയായിരുന്നു സുപ്രീം കോടതിയുടെ. അതോടുകൂടി കൺസെന്റ്, മ്യൂച്വൽ കൺസെന്റോടുകൂടി നടക്കുന്ന ലൈംഗിക ബന്ധങ്ങൾ നമുക്ക് ഒരു തെറ്റല്ലാതായി മാറി. മ്യൂച്വൽ കൺസെന്റോടുകൂടി അല്ലാതെയും റേപ്പ്, ബലാത്സംഗം നടക്കാം. പക്ഷേ കൃത്യമായി പറഞ്ഞു തരാം, അത്തരം ബലാത്സംഗങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അത് അറിയാൻ സാധിക്കും. ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള മുറിവുകളും അവരുടെ സ്വകാര്യ ഭാഗത്തുള്ള മുറിവുകളും അവരുടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള മുറിവുകളും അവരുടെ നഖത്തിനടിയിലുള്ള സ്ക്രേപ്പിംഗ്സ് ഒക്കെ വെച്ച് നമുക്ക് അറിയാൻ പറ്റും ആ സ്ത്രീ അവിടെ പ്രതികരിച്ചോ ഇല്ലേ എന്നുള്ളത്. വളരെ വളരെ അപൂർവമായി മാത്രമേ പ്രായപൂർത്തിയായ തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയുടെ മേൽ ഇത്തരം നമ്മുടെ സാമൂഹ്യ സ്ഥിതിയിൽ കേരളം പോലുള്ള ഒരു പ്രദേശത്ത് വളരെ വളരെ അപൂർവമായി മാത്രമേ ഒരു നമ്മൾ റേപ്പ് അല്ലെങ്കിൽ ബലാത്സംഗം എന്ന് വിളിക്കാവുന്ന ഒരു കുറ്റകൃത്യം നടക്കുന്നുള്ളൂ. പക്ഷെ ദിനേന ഒന്നോണം സ്ത്രീ പീഡനത്തിന്റെ ഇരകളായിക്കൊണ്ടുള്ള സ്ത്രീകൾ നമ്മുടെ മുമ്പിൽ എത്തുന്നു. അവിടെയൊക്കെ സംഭവിക്കുന്നത് ആ കൺസെന്റോടുകൂടിയുള്ള ഒരു ലൈംഗിക ബന്ധമാണ് അവിടെ നടന്നിട്ടുണ്ടാവുക. പിന്നെ വരുന്നത് ആ കൺസെന്റ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ പിറ്റേന്ന് പത്രത്തിൽ വായിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു, പ്രണയം നടിച്ച് പീഡിപ്പിച്ചു, മയക്കുമരുന്ന് കൊടുത്ത് പീഡിപ്പിച്ചു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മൾ തെളിവുണ്ടാക്കേണ്ടത് എന്തിനാണ്? ഈ ലൈംഗിക ബന്ധം നടന്നു എന്നതിന് ഡോക്ടർ എഴുതി കൊടുക്കുന്ന തെളിവിന് അവിടെ വിലയില്ല. പിന്നെ ആ ഇര തെളിവുണ്ടാക്കേണ്ടത് ഈ വിവാഹ വാഗ്ദാനം നൽകിയതിന്, പ്രണയം നടിച്ചതിന്, സമ്മർദ്ദത്തിലാക്കിയതിന്, ഭീഷണിപ്പെടുത്തിയതിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തെളിവ് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു ക്രിമിനൽ വക്കീലുള്ള കോടതിയിൽ ഇത്തരം സംഭവങ്ങൾക്ക് തെളിവ് തേടിപ്പോയാൽ സോളിഡ് എവിഡൻസ് നമുക്ക് എവിടെ നിന്നാണ് എടുത്തു കൊടുക്കാൻ കഴിയുക? കൃത്യമായി തെളിയിക്കാൻ കഴിയുന്ന സോളിഡ് എവിഡൻസുകൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ മുമ്പിലെത്തുന്ന ഇരകളിൽ ആർക്ക് നീതി കിട്ടിയെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ഒട്ടുമിക്ക പേർക്കും അവർ അർഹിക്കുന്ന രീതിയിലുള്ള നീതി കിട്ടുന്നില്ല. കാരണം അവരുടെ ഈ പറഞ്ഞ കൺസെന്റ് ഉണ്ടാക്കാനുള്ള സാഹചര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു വാദത്തിന് വേണ്ടി നമുക്ക് ചോദിക്കാം, നമ്മൾ പകരം മുന്നോട്ട് വയ്ക്കുന്ന നമ്മുടെ മതനിയമത്തിൽ ഇങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായാൽ അവിടെ ആ സ്ത്രീയും പുരുഷനും, ആ സ്ത്രീയും ശിക്ഷിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ മതം എവിടെയാണ് അത്തരത്തിൽ വ്യഭിചാരം നടത്തിയ ഒരു സ്ത്രീക്ക് ശിക്ഷ വിധിക്കുന്നത്? അത്
അത് നമ്മുടെ ഇന്നത്തെ ഈ ലിബറൽ സൊസൈറ്റിയിലല്ല. മറിച്ച് കൃത്യമായ മതനിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്ന ഒരു രാഷ്ട്രത്തിലാണ്. ആ രാഷ്ട്രത്തിൽ ഒരിക്കലും ഈ പെൺകുട്ടിയോട് ഈ നമ്മൾ ഇന്ന് കാണുന്ന കാര്യത്തിൽ രീതിയിലല്ല ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. അവൾ ചെറുപ്പം മുതലേ കേട്ട് വളരുന്നത് എന്താണ്? ഇതൊരു ക്രിമിനൽ കുറ്റമാണ്, എൻ്റെ നാട്ടിൽ നിരോധിക്കപ്പെട്ട ഒരു തെറ്റാണ് ഒരു പുരുഷനുമായി വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അത്തരത്തിൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് മാത്രമല്ല ഇത്തരം ഒരു ബന്ധത്തിലേക്ക് പോകുന്നതിനുള്ള സകല സാഹചര്യങ്ങളും നിയമം മൂലം നിരോധിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് നാലാൾ കാണുക ഇത്തരം തെറ്റ് ചെയ്ത ഒരു സ്ത്രീ ശിക്ഷിക്കപ്പെടുന്നത്. അതല്ലാതെ നമ്മുടെ ഇന്നത്തെ ലിബറൽ സാഹചര്യത്തിലല്ല. ഇന്ന് എന്താണ് മറിച്ച് സംഭവിക്കുന്നത്? നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ആസ്വദിക്കൂ, നിങ്ങൾ ആഹ്ലാദിക്കൂ എന്നെല്ലാം പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ച് ഇളക്കി വിട്ടതിന് ശേഷം പിന്നീട് അവർ ഇരകളാക്കപ്പെടുമ്പോൾ അവർ നീതിക്ക് വേണ്ടി കേഴുകയാണ്. നമുക്ക് അവർക്ക് നീതി കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇതിനൊന്നും തെളിവില്ല. കൺസെന്റ് ഉണ്ട് എന്നതിനാണ് തെളിവുള്ളത്. ആ കൺസെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു കുറ്റകൃത്യമായി മാറുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത് ലിബറലിസം ഇരകളാക്കുന്നു സ്ത്രീകളെ എന്ന്. എന്തുകൊണ്ടാണത് എന്ന് ഇവിടെ മുമ്പുള്ള പ്രസംഗങ്ങളിലെല്ലാം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ലിബറലിസത്തിന്റെ അടിസ്ഥാനം, ശരിതെറ്റുകളുടെ അടിസ്ഥാനം ഒരു മനുഷ്യന് സന്തോഷം കിട്ടുന്നു, അതിലപ്പുറം സമൂഹത്തിന് അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് അത് ശരിയാണ്. പക്ഷെ ദൈവപ്രോക്ത നിയമങ്ങൾ മനുഷ്യനെ കൃത്യമായി മനസ്സിലാക്കുന്ന ദൈവം, ലിബറലിസം മനുഷ്യൻ ഇന്ന് വികസിച്ച് നിൽക്കുന്ന സയൻസിന്റെ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് മനുഷ്യനെ കാണുന്നു. അതൊരു പിക്സൽ മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്ത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ് അവനൊരു പിക്ചറായിട്ട് കാണുന്നത്. ആ പിക്ചറായിട്ട് കൃത്യമായിട്ട് അവനെ കാണുന്ന ദൈവം തന്ന നിയമം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും മനസ്സിലാക്കിയ അല്പം കാര്യങ്ങൾ മാത്രം വെച്ച് മനുഷ്യന് നിയമം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും അതിൽ ഏറ്റവും ദുർബലരും ജീവശാസ്ത്രപരമായും മറ്റു കാര്യങ്ങൾ സാമൂഹ്യപരമായ കാര്യങ്ങൾ കൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഇരകളാക്കി മാറ്റപ്പെടുക എന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഞാനിവിടെ മറ്റൊരു കാര്യം കൂടെ ഇതിനോടനുബന്ധിച്ച് സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ മാസം, അതായത് 2024 ഓഗസ്റ്റ് അവസാനം വരെ പുറത്തു വന്നൊരു സ്റ്റഡി റിപ്പോർട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ആ മേഖലയിലെ എക്സ്പേർട്ടുകൾ നടത്തിയ ഒരു സർവേ ആയിരുന്നു അത്. അപ്പം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന 1/3 സ്ത്രീകളും തങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഭീതിയോടുകൂടെയാണ് ജോലി ചെയ്യുന്നത്. അതിൽ തന്നെ 11% സ്ത്രീകൾ തങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന അതീവ ഭീതിയോടെയാണ് ജോലി ചെയ്യുന്നത്. ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ നൈറ്റ് ഷിഫ്റ്റിൽ 44% പേർക്കും കൃത്യമായ ഒരു ഡ്യൂട്ടി റൂമില്ല. ഉള്ള ഡ്യൂട്ടി റൂമുകളിൽ തന്നെ 1/3 പേർക്കും ബാത്റൂം സൗകര്യമില്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു സമൂഹത്തിലെ അസംഘടിത മേഖലയിൽ ദുർബലരായ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു രംഗത്തെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് ആയിരിക്കാം എന്നല്ലേ. പക്ഷേ ഇത് പുറത്തു വന്നത് നമുക്കറിയാം. കഴിഞ്ഞ മാസം ഡോക്ടർമാർ വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. കൊൽക്കത്തയിലെ RGKR മെഡിക്കൽ കോളേജിൽ ഒരു PG മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാർക്കിടയിൽ നടത്തിയ ഒരു സർവേയുടെ റിപ്പോർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിച്ചത്. എന്താണ് നമ്മൾ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നടത്തിയ ഒരു സർവേ റിപ്പോർട്ടിലാണ് പറയുന്നത് അതിൽ 11% സ്ത്രീകളും ജോലി ചെയ്യുന്നത് തങ്ങളെ ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു അതീവ ഭീതിയിലാണെന്ന്. അപ്പം അതിന് പരിഹാരമായിക്കൊണ്ട് ആ റിപ്പോർട്ടിന്റെ അവസാനം തന്നെ എക്സ്പേർട്ട് കമ്മിറ്റി കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സെക്യൂരിറ്റി പേഴ്സണലി ഇംപ്രൂവ് ചെയ്യുക, CCTV ക്യാമറ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യമാണ് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ഡ്യൂട്ടി റൂം വിത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി നമ്മളിവിടെ പുരോഗമനം പറയുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ മാസം എക്സ്പേർട്ട് മെഡിക്കൽ കമ്മിറ്റി നടത്തിയ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചൊരു റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെയിൽ ഫീമെയിൽ സെപ്പറേറ്റ് ഡ്യൂട്ടി റൂം വിത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഞാനിന്നിവിടെ നിൽക്കുന്ന കൂട്ടായ്മ എത്തിക്കൽ മെഡിക്കൽ ഫോറം എന്ന സംഘടന ഞങ്ങളുടെ ഒരു സോഷ്യൽ ഇൻ്റർവെൻഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൗമാരക്കാരായ പെൺകുട്ടികൾക്കിടയിൽ ലീപ്പ് എന്ന പേരിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഇൻ അഡോളസെന്റ് ഫേസ് അഥവാ ലീപ്പ് എന്ന പേരിൽ പെൺകുട്ടികളുടെ ഒരു ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും പ്രാർത്ഥനയോട് ചേർത്ത് പിടിക്കുകയും
സ്വീകരിക്കുകയും സ്നേഹത്തോടെ വിഭവങ്ങൾ വിളമ്പിത്തരികയും ഒക്കെ ചെയ്ത നിരവധി സഹോദരിമാർ ഇന്ന് ഈ സദസ്സിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പൊ അവരോടൊക്കെയുള്ള സ്നേഹവും ആ ഒരു നന്ദിയും ഒക്കെ ഒരിക്കൽ കൂടി അനുസ്മരിക്കാനുള്ള ഒരു അവസരമായി കൂടി ഞാൻ ഇതിനെ കാണുന്നു. അപ്പൊ അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ കണ്ട കുട്ടികളുടെ മാതാക്കളാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഒരുപാട് കുട്ടികളെ കാണാൻ സാധിച്ചു. ആയിരക്കണക്കിന് പെൺകുട്ടികളുമായി സംവദിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കുകയുണ്ടായി. അതിൽ തന്നെ ഭൂരിപക്ഷവും മുസ്ലിം പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികളെയാണ് ഞങ്ങൾ പ്രധാനമായും കണ്ടത്. അതിൽ തന്നെ മെജോറിറ്റി ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കേൾക്കണ്ടേ നിങ്ങൾക്ക്? എന്താണ് നിങ്ങളുടെ മക്കളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവര് നല്ല കുട്ടികളാണോ? അവർ നല്ല കുട്ടികളാണോ നിങ്ങളുടെ പെൺകുട്ടികൾ? യെസ്, തീർച്ചയായും നല്ല കുട്ടികളാണ്. നല്ല കുട്ടികൾ എന്ന് പറഞ്ഞാൽ പോലെ വളരെ വളരെ നല്ല കുട്ടികളാണ്. അവര് നിഷ്കളങ്കരാണ്. നിഷ്കളങ്കരെന്ന് വെച്ചാൽ അവരുടെ ചുറ്റും ആരെങ്കിലും കഷ്ടപ്പെടുന്നത് അവർക്ക് സഹിക്കില്ല, ആരെങ്കിലും അതിക്രമത്തിന് ഇരയാകുന്നതെന്ന് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാനും അവർക്ക് വേണ്ടി പോരാടാനും ആർജവമുള്ള കുട്ടികളാണ് അവര്. അത്രയും നല്ല കുട്ടികളാണ് അവര്. അപ്പൊ ലിബറലിസം അവരുടെ എത്തുന്ന മാർഗങ്ങൾ കൂടെ നമ്മളൊന്നറിയണം. അവരുടെ മുമ്പിൽ ലിബറലിസം നിന്നിട്ട് പറയാണ് നിങ്ങൾക്ക് മതമൊന്നും വേണ്ട, നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേർക്ക് നേർ വരുന്നവരോട് കൃത്യമായി മറുപടി പറയാൻ നമ്മുടെ കുട്ടികൾ പ്രാപ്തരാണ്. അവർക്ക് അതിനുള്ള ത്രാണിയുണ്ട്. അതേസമയം ലിബറലിസം വേഷം മാറിയാണ് അവരുടെ അടുത്ത് എത്തുന്നത്. അവരുടെ അടുത്ത് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? നോക്കൂ, 2 പെൺകുട്ടികൾ കണ്ടില്ലേ, അവരൊരുമിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തുമാത്രം സന്തോഷം കിട്ടുന്നു. അവരുടെ ആ ഒരു സന്തോഷത്തിന് എന്തിനാണ് ഇങ്ങനെ ഈ സൊസൈറ്റി തടസ്സം നിൽക്കുന്നതല്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു എന്ന് കരുതിയിട്ട്? അതവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടല്ല അവരങ്ങനെ ചിന്തിക്കുന്നത്. ഇനി അപ്പുറത്തേക്ക് നോക്കൂ, അത് ആ ബയോളജിക്കൽ റീസൺ കൊണ്ട് സ്വയം ആണിന്റെ രൂപമുള്ള ഒരാൾക്ക് അവൻ്റെ ഉള്ളിലൊരു പെണ്ണാണുള്ളത്, അവനത് മാറി അതിന് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുകയല്ലേ വേണ്ടത്? സൊസൈറ്റി എന്തിനാ അവർ അടിച്ചമർത്തുന്നതല്ലേ? വെറും അവരുടെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുകയല്ലേ? നമുക്ക് അവർക്ക് വേണ്ടി ശബ്ദിക്കാം. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ഒരു പരേഡിൽ പങ്കെടുക്കും, നിങ്ങൾ ഞങ്ങളുടെ കൊടിക്ക് കീഴിലൊന്ന് അണിനിരക്കും, നമുക്ക് അവർക്ക് വേണ്ടി ശബ്ദിക്കണ്ടേ? അവർ അടിച്ചമർത്തപ്പെടുന്നവരല്ലേ, അവർ ദുർബലരല്ലേ? ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് അത് ശരിയാണെന്ന് തോന്നൂല്ലേ? അപ്പോൾ വൺസ് അവർ ആ ഒരു കൊടിക്കീഴിലേക്ക് ആ ഒരു പരേഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പതിയെ പതിയെ അവരെ മാറ്റിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുണ്ട്. ഇത് ഈ ഒരു കാര്യം അത് മാത്രമല്ല, അവരുടെ പാഷൻ എന്താണ്, അവരുടെ ദൗർബല്യങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ അഡ്രസ്സ് ചെയ്യാനുള്ള ഗൂഢമായ ലക്ഷ്യങ്ങളും പദ്ധതികളും നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമല്ല. നമ്മളുടെ കുട്ടികളുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒരു അരമണിക്കൂർ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റും അവർ തങ്ങളെ ഏത് രീതിയിലാണ് സമൂഹത്തിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതിലും അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ അവരെന്താണ് എന്നുള്ളത് ഒരു എക്സ്പേർട്ടിന് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യാനുള്ള ആൾക്കാർ നിൽക്കുന്നുണ്ട് അവരുടെ ചുറ്റും. അപ്പൊ ഒരു വഴിതെറ്റി പോകാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൃത്യമായി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ശാസ്ത്രീയം എന്നും ശരിക്കും ഉള്ളതെന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്ന പലതും മിഥ്യയാണെന്നും അയാഥാർത്ഥ്യമാണെന്നുമുള്ള ആ ഒരു സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതിനുള്ള അവസരങ്ങൾ നമ്മളുടെ വീടുകളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുക. അതിന് നമ്മളെല്ലാം കുറച്ച് ചിലപ്പോൾ ഒന്ന് കഷ്ടപ്പെടേണ്ടി വരും. അവരുടേതായ പദാവലികളിലേക്കും അവരുടേതായ ടേംസിലേക്കും അവരുടെ കൂട്ടുകാരിലേക്കും ഒക്കെ നമുക്ക് ഇറങ്ങി വരേണ്ടി വരും. അവരുടെ ഒരു വൈബിലേക്ക് നമ്മളും കൂടെ അങ്ങ് ചേരേണ്ടിയൊക്കെ വരും. പക്ഷെ അത് പൂർണ്ണമായും അവരെ ആ ഒരു പോസിറ്റീവ്നെസ്സിലേക്ക് കൊണ്ടുവരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാകണം. അങ്ങനെ നമ്മൾ അവരെ അത്തരം ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ അവരെ സമീപിക്കുകയാണെങ്കിൽ ഇത്തരം ചതിക്കുഴികൾക്കെതിരെ കൃത്യമായി ജാഗ്രതയുള്ളവരായി മാറാൻ അവർക്ക് സാധിക്കും. അവരുടെ ഉള്ളിൽ ഈ നന്മയുണ്ട്. ഈ നന്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇട്ടുകൊടുത്ത ആ വെളിച്ചത്തിന്റെ വിത്ത് അതെവിടുന്നാ വന്നത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ച ആ സത്യത്തിന്റെ വിത്താണത്. അതാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതവിടെ മുള പൊട്ടിയിട്ടുണ്ട്. ഇനി അതിന് വളർന്ന് പന്തലിക്കാൻ ആവശ്യമായ വെള്ളവും വെളിച്ചവും സാഹചര്യങ്ങളും വൈജ്ഞാനിക സാഹചര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ അത് നശിപ്പിക്കാനും ഊതിക്കെടുത്താനുമുള്ള ശക്തികൾ ചുറ്റുമുണ്ടെന്നുള്ള ബോധ്യം കൂടെ അവർക്ക് കൊടുക്കുക. എന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ അവരെ സ്വയം പ്രാപ്തരാക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ അവരെ വീട്ടിന്റെ ഏറ്റവും അകത്തളത്തിൽ അടച്ചിട്ടിട്ടും കാര്യമില്ല. അവരെ വഴിതെറ്റിക്കാനുള്ളവർ അവരെ അവിടെ എത്തും, അവരെ കൊണ്ടുപോകും, നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെടും. ഇനി അതെല്ലാം
മറിച്ച് നിങ്ങൾ അവരെ പ്രാപ്തരാക്കി പുറത്തുവിടുകയാണെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്തും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് അവരെ പറഞ്ഞയക്കാൻ സാധിക്കും. കാരണം അവരുടെ ഉള്ളിൽ ഈ വെളിച്ചമാണുള്ളത്. അതവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. അവരുടെ ചുറ്റുമുള്ളവർക്ക് വഴിവെളിച്ചം കാണിക്കുന്ന വഴികാട്ടികളായ നക്ഷത്രങ്ങളായി അവർ തിളങ്ങി നിൽക്കും. അത് തീർച്ചയാണ്. കാലം നമുക്കത് കാണിച്ചു തരും. നമ്മളെയും നമ്മളുടെ മക്കളെയും അള്ളാഹു ആ അർത്ഥത്തിൽ ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ പ്രകാശത്തിന്റെ ഉടമകളായി മാറുന്ന നല്ലവരായി മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ക്യാമ്പയിൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചർച്ച